ഒരു കാരണവുമില്ലാണ്ട് തന്നെ അടിക്കുക ചെയ്തത്. പക്ഷേ ഞാൻ ബുധനാഴ്ച 11-ാം തീയതി എന്താ പറയുക ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ അപ്പുറം സ്റ്റോറിൽ പോയിരുന്നതാണ്. അപ്പം ആടിലെ സീനിയർ ഏട്ടന്മാരുണ്ട്. അപ്പം അവർ എൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നെ കൈകാട്ടി വിളിച്ചു അവർ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞിട്ട്. ഞാൻ പൊതുവേ ഏട്ടന്മാരെന്നൊക്കെ സംസാരിക്കാൻ വിളിക്കുന്നില്ല രീതിയിൽ പോയതാണ്. അപ്പോൾ അവിടെ എത്തിയ പാടന്നെ അവർ എന്താണ് നിനക്കെന്താടാ നിൻ്റെ എളുപ്പമൊക്കെ നിർത്തിക്കോ, നിൻ്റെ നടത്തമൊക്കെ മതിയായിക്കോ, നിനക്കെന്താ സീനിയേഴ്സിനെ ഇൻസൾട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ സംസാരിച്ചു തുടങ്ങി. പിന്നെ എൻ്റെ കോളർ പിടിച്ച് ഉന്തിയിട്ട് എന്നെ അടിക്കുകയാണുണ്ടായത്. അപ്പം പ്രത്യേകിച്ച് ഞാൻ എന്താ ചെയ്തതെന്ന് തന്നെ എനിക്കറിയില്ല. ഒരു പ്രകോപനം ഇല്ലാതെയാണ് അവർ പ്രകോപനം ഇല്ലാണ്ട് തന്നെ അടിച്ചത്. അപ്പോൾ ഇത് കണ്ടിട്ട് പിടിച്ചു വെക്കാൻ വന്ന എൻ്റെ ഫ്രണ്ട്സിനെ അടക്കം അവരടിക്കുകയുണ്ടായത്. കസാരയൊക്കെ എടുത്തടിച്ച് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അവർക്ക്. എന്താ കാരണം തന്നെ എനിക്കറിയില്ല എന്നെ അടിച്ചത്. വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഉണ്ടായത്. എനിക്ക് മുഖത്ത് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചവിട്ടും പുറത്തൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ അപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അപ്പം തന്നെ കാണിച്ചിന്. പിന്നെ ഇത് ഫസ്റ്റ് അവിടെ നിന്ന് സ്റ്റോറിൽ നിന്ന് അടിച്ചതിന് ശേഷം ഇവർ പറഞ്ഞു തീർക്കാന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് പോയി വീണ്ടും നമ്മളെ പാർക്കിംഗ് ഉണ്ട് അവിടത്തേക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഇതേപോലെ തന്നെ വീണ്ടും അടിക്കുകയുണ്ടായത്. പരാതി നൽകിയോ ഈ വിഷയത്തിൽ? അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ റിപ്പോർട്ടൊക്കെ എഴുതിയെടുത്തിട്ട് കുഴപ്പമില്ല കുറച്ച് നേരം ഇരുന്നിട്ട് സ്റ്റേഷനിൽ പോയിക്കോന്ന് പറഞ്ഞു. അപ്പം അന്ന് വൈകുന്നേരം തന്നെ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം CI SA ഇല്ലാണ്ട് കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ പോകാൻ പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ പോയിട്ട് പിറ്റേന്ന് തന്നെ പരാതി സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കോളേജിൻ്റെ നിലപാട് എന്താണ് ഇതിൽ? പ്രിൻസിപ്പാളിനൊരു ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളിയാഴ്ചയാണ് ലെറ്റർ കൊടുക്കുന്നത്. അത് പിന്നെ സെക്കൻഡ് സാറ്റർഡേ ഞായറാഴ്ച ആയതുകൊണ്ട് അത് കാര്യങ്ങൾ തിങ്കളാഴ്ചത്തേക്ക് പറയാന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടില്ല. ഇനി ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ പരാതി ഫോർവേഡ് ചെയ്യാനുണ്ട്. റാഗിംഗ് സെല്ലിന് പരാതി ഫോർവേഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി കൈമാറണം. റാഗിങ്ങിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. റാഗിങ്ങിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യണം. ഇവരെ ഈ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് അതും ഈ പരിപാടിയെല്ലാം വരുമ്പോൾ ഇവരെ അധികവും കാണാം. അതായത് ഈ സ്റ്റേജിലൊക്കെ കയറി ഡാൻസ് കളിക്കുന്നൊക്കെ കാണും. പിന്നെ നമ്മളെ കോളേജിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ഉണ്ട്. അപ്പം അവിടെ ഇങ്ങനെ ഫ്രഷേഴ്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൂടി നിന്നിട്ടൊക്കെ കണ്ടിട്ടല്ലാണ്ട് എനിക്ക് മുന്നേ വരെ പരിചയമോ കാര്യമോ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഈ സംഭവം നടന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സാണ് പറയുന്നത് എന്താണ് ഇന്ന് ഏട്ടന്മാരാണ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കുന്നില്ല, അല്ലാണ്ട് മുന്നേ ഒരു പരിചയമോ കാര്യമൊന്നുമില്ല. ഇതിനു മുമ്പും ഫ്രഷേഴ്സായിട്ട് വരുന്ന കുട്ടികളെ ഇവർ അടിക്കുക എന്നുള്ളത് പൊതുവെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ ആരും പേടിച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാണ്ടിരിക്കുകയില്ല. പക്ഷേ അഥവാ പരാതിപ്പെട്ടാലും ഇവരത് ഒതുക്കി തീർക്കും. പിന്നെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഒന്നും തള്ളും, പുതിയ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അടിക്കുകയില്ല. അപ്പം ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് തന്നെ അടി കിട്ടിയെന്ന് പറഞ്ഞു. അവർക്കും പേടിയാണ്. പക്ഷേ ഞാൻ പരാതി പറയാനാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും ആക്കുമെന്നറിയില്ല. ഇനിയിപ്പോൾ ഫ്രഷേഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ പരിപാടിക്ക് എന്തെങ്കിലും ഒരു ഇവർ തന്നെയാണ് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് അവർ വീണ്ടും അടിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും പേടിയാണ് പരാതിപ്പെടാൻ. ഇപ്പോൾ ടീച്ചേഴ്സും പറഞ്ഞത് കംപ്ലൈൻറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം എന്നാണ്.